മുൻ സൈനിക മേധാവി എം നരവനെയുടെ പുസ്തകത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും ഭരണ പ്രതിപക്ഷ വാക്പോരാണ് കണ്ടത്. ലേഖനം വായിക്കാനോ ലഡാക്ക് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനോ രാഹുൽ ഗാന്ധിയെ സ്പീക്കർ അനുവദിച്ചില്ല. ഇന്ത്യ US വ്യാപാര കരാറിനെ ചൊല്ലിയും ഇരു സഭകളും ഇന്ന് പ്രക്ഷുബ്ധമായി. ഡയസിന് നേരെ കടലാസ് കീറി എറിഞ്ഞ 8 പ്രതിപക്ഷ എംപിമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. Honorable Speaker has given a ruling. 2020 ഇന്ത്യ ചൈന സംഘർഷവേളയിൽ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞ മുൻ കരസേനാ മേധാവിയുടെ കുറിപ്പ് രാഹുൽ ഗാന്ധി ഇന്നും ലോക്സഭയിൽ ഉന്നയിച്ചു. ദി കാരവനിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ പകർപ്പും രാഹുൽ ചെയറിന് കൈമാറി. എന്നാൽ വിഷയം സഭയിൽ ഉന്നയിക്കേണ്ടെന്ന കഴിഞ്ഞ ദിവസത്തെ നിലപാടിൽ തന്നെയായിരുന്നു ചെയർ. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ഭരണപക്ഷ എംപിമാരും രാഹുലിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല. He can't be quoting same matter again in a pretext of making a reference indirectly. He cannot refer on the same matter. എതിർപ്പിനിടയിലും ലഡാക്ക് വിഷയമുയർത്തിയ രാഹുലിനെ ചെയർ വീണ്ടും തടഞ്ഞു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മാത്രം സംസാരിക്കാനാണ് രാഹുലിന് അനുമതിയെന്ന് ചെയർ വ്യക്തമാക്കി. എന്നാൽ താൻ സഭയുടെ പ്രതിപക്ഷ നേതാവാണെന്നും അനുമതി ആവശ്യമില്ലെന്നും രാഹുലിന്റെ മറുപടി. If the issue is about me quoting a magazine which I have authenticated, I am happy not to quote it directly. No problem. But I have to be allowed to speak about it. രാഹുലിന്റെ പ്രസംഗം സ്പീക്കർ തടഞ്ഞത് സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി. ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാറിനെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിലും ലോക്സഭാ നടപടികൾ പലതവണ തടസ്സപ്പെട്ടു. അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ഡയസിന് നേരെ കടലാസ് കീറിയെറിഞ്ഞ 8 പ്രതിപക്ഷ എംപിമാരെ സമ്മേളന കാലയളവിലേക്ക് സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. മുതിർന്ന കോൺഗ്രസ് MP മാണിക്കം ടാഗോർ, കേരള എംപിമാരായ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർക്കെതിരെയാണ് നടപടി. ഏറ്റവും ജനാധിപത്യ രീതിയിലാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. അദ്ദേഹത്തിന് അവസരം നിഷേധിച്ച് ഭരണകക്ഷിയിൽ നിന്ന് ആളുകളെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോഴാണ് അഗ്രസീവായി ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോയത്. 8 പേരെയാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് വരെ ഈ വിഷയം പാർലമെന്റിന്റെ അകത്തും പുറത്തും ഞങ്ങൾ ഈ സമരം തുടരാനാണ്. വരും ദിവസങ്ങളിലും വ്യാപാര കരാറും നരവനെയുടെ വെളിപ്പെടുത്തലും ഉയർത്തി ഭരണപക്ഷത്തിനെതിരെ ആക്രമണം ശക്തമാക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ന്യൂസ് മലയാളം, ഡൽഹി.